പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ഓഗസ്റ്റ് മാസം 28 വ്യാഴാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിന് നന്ദി പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. അപ്പാ, കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ ഞങ്ങളെ കാത്തുപരിപാലിച്ചതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. രാത്രി നല്ല ഉറക്കം തന്ന് അനുഗ്രഹിച്ചതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഞങ്ങളെ ഉണർത്തിയതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തീശുവിൽ ഞങ്ങളെ ജയോത്സവമായി നടത്തുന്നതിന് സ്തോത്രം 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 സ്തോത്രം. കർത്താവേ, ഓരോ ദിവസവും ഞങ്ങളെ അത്ഭുതകരമായി നടത്തുന്ന അങ്ങയുടെ കൃപകളെ ഓർക്കുമ്പോൾ നന്ദി പറയുന്നു. അതിശയമായി നടത്തുന്ന കൃപകളെ ഓർക്കുമ്പോൾ നന്ദി പറയുന്നു. അങ്ങ് മാറാത്തവനും മതിയായവനുമായി ഞങ്ങളുടെ കൂടെയുള്ളത് ഓർക്കുമ്പോൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ മാസത്തിൻ്റെ ഈ 28 ദിവസങ്ങളും അങ്ങയുടെ കൃപ ഞങ്ങൾ അനുഭവിച്ചു. അനർത്ഥങ്ങളും അപകടങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും നിറഞ്ഞ ലോകത്തിൽ തൻ്റെ ചിറകിൻ്റെ മറവിൽ ഞങ്ങളെ മറച്ച ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട് സ്തോത്രം. സമാധാനവും സന്തോഷവും സ്വസ്ഥതയും ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന ദൈവകൃപയ്ക്കായിട്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം പറയുന്നു. അങ്ങ് ഞങ്ങളെ കരുതുന്നതിനായിട്ട് സ്തോത്രം. അങ്ങ് ഞങ്ങളെ സൂക്ഷിക്കുന്നതിനായിട്ട് സ്തോത്രം. അങ്ങ് ഞങ്ങളെ പരിപാലിക്കുന്നതിനായിട്ട് സ്തോത്രം. ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങേക്ക് സ്തോത്രയാഗം അർപ്പിക്കുന്നു. അങ്ങ് നല്ലവനും വല്ലഭനും വിശ്വസ്തനുമായ ദൈവമാകിയാൽ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ആമേൻ. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നല്ലോ. അവൻ 72 സങ്കീർത്തനം 18 വാക്യം, താൻ മാത്രം അത്ഭുതങ്ങളെ ചെയ്യുന്നവനായി ഞങ്ങളുടെ ദൈവമായ യഹോവയായ ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ മഹത്വമുള്ള നാമം എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഭൂമി മുഴുവനും കർത്താവിൻ്റെ മഹത്വം കൊണ്ട് നിറയുമാറാകട്ടെ. അതെ, ഇന്ന് പ്രഭാതം ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഭൂമി മുഴുവനും, ഞങ്ങളായിരിക്കുന്ന ഇടങ്ങൾ മുഴുവനും അങ്ങയുടെ മഹത്വം കൊണ്ട് നിറയുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ച് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾ എവിടെ നിന്ന് ഈ മോർണിംഗ് മെസ്സേജ് കേൾക്കുന്നു, അവിടെ മുഴുവനും കർത്താവിൻ്റെ മഹത്വം കൊണ്ട് ഈ അന്ത്യകാലത്ത് നിറയുവാൻ, കർത്താവിൻ്റെ മഹത്വം കൊണ്ട് നിറയുവാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ മഹത്വത്താൽ ഞങ്ങളായിരിക്കുന്ന ദേശങ്ങളെ, രാജ്യങ്ങളെ, ഞങ്ങളുടെ ഭവനങ്ങളെ ഒക്കെ നിറയ്ക്കുന്നതിനായിട്ട് ഞങ്ങൾക്ക് സ്തോത്രം ചെയ്യും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപ്പൻ്റെ പൊന്മുഖത്തേക്ക് നോക്കുന്നു. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ഓരോരുത്തരുടെ ആവശ്യങ്ങളുടെ മേൽ ദൈവം അത്ഭുതം ചെയ്യണം. കർത്താവേ, നാളുകളായി നിൽക്കുന്ന ചില രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ആ ഭവനത്തിനകത്തുനിന്ന് മാറിപ്പോകട്ടെ. രോഗശക്തികൾ ആ ഭവനത്തിൽ നിന്ന് വിട്ടുപോകട്ടെ. നാളുകളായുള്ള വൈകല്യങ്ങൾ, നാളുകളായുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, ഇന്ന് ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്ത് യേശുവിൻ്റെ നാമത്തിൽ അത് വിട്ടുപോകട്ടെ. ദൈവിക അത്ഭുതം അവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ഞങ്ങൾ ഇന്ന് പ്രഭാതത്തിൽ കർത്താവെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തോടുള്ള ബന്ധത്തിൽ അത്ഭുതങ്ങളെ ചെയ്യുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, സ്ട്രോക്ക് വന്ന് ശാരീരിക വൈകല്യങ്ങളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതകരമായ സൗഖ്യം അയക്കുന്നതിന് സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ കർത്താവെ, ആ ബലഹീനമായ കൈകൾ ബലപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ബലഹീനമായ കാലുകൾ യേശുവിൻ്റെ നാമത്തിൽ ബലപ്പെടട്ടെ. അതുപോലെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഓപ്പറേഷന് വിധേയരായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ മേലും ദൈവിക ഇടപെടലുകളെ ഇപ്പോൾ അയക്കണമേ. ആരോഗ്യത്തെ അയക്കണമേ, സൗഖ്യത്തെ അയക്കണമേ, സ്വസ്ഥതയെ അയക്കണമേ. ഓപ്പറേഷൻ മുഖാന്തരമായി ഉണ്ടായിരിക്കുന്ന വൂണ്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ വേഗത്തിൽ ഹീലാകട്ടെ, വേഗത്തിൽ ഹീലാകട്ടെ. അതുപോലെ കർത്താവേ, മറവി സംബന്ധമായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ, ഒന്നും ഓർക്കാൻ കഴിയാതെ മറവിയിലായിരിക്കുന്നവർ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തി അവരുടെ മേലും വെളിപ്പെട്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ. അതുപോലെ കർത്താവെ, ജോലിയും ബിസിനസ്സും ഒക്കെ അനുഗ്രഹിക്കപ്പെടട്ടെ. അതുപോലെ കർത്താവ്, ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന അഭിഷക്ത ദാസന്മാരെ ഉപയോഗിക്കുന്നതിനായി സ്തോത്രം. നാളത്തെ നമ്മുടെ സഭായോഗം ഏറ്റവും അനുഗ്രഹമായി തീർന്നു, മഹത്വപൂർണ്ണമായി തീർന്നു, അസാധാരണമായി തീർന്നു, ശ്രേഷ്ഠകരമായി തീർന്നു. കർത്താവിൻ്റെ പ്രവൃത്തി കണ്ട് സന്തോഷിപ്പാൻ കർത്താവ് ഇടവരുത്തുന്നതിന് സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി പറയുന്നു, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഇന്ന് പകൽക്കാലം എല്ലാവരും പ്രാർത്ഥിക്കണം. നാളത്തെ സഭായോഗം ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ദൈവജനം ആവേശത്തോടെ, സന്തോഷത്തോടെ, ഉത്സാഹത്തോടെ കടന്നു വന്ന് മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ പ്രാർത്ഥിക്കണം. അതുപോലെ കർത്താവിൻ്റെ പ്രവൃത്തികൾ നടക്കാൻ പ്രാർത്ഥിക്കണം. ദൈവശക്തി വ്യാപരിക്കുവാൻ പ്രാർത്ഥിക്കണം. ആരും
ആരാധനയ്ക്ക് വന്ന് വെറുതെ മടങ്ങിപ്പോകാതെ ദൈവകൃപ അനുഭവിച്ച് മടങ്ങിപ്പോകുവാൻ കർത്താവ് സഹായിക്കുവാനായിട്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ദൈവിക ഇടപെടലുകൾ സംഭവിക്കും. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21-ാമത്തെ വാക്യം, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. ഇന്ന് പ്രഭാതി പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നത് കർത്താവിൻ്റെ ഹിതം ചെയ്യുന്നവരായിത്തീരുക. ആമേൻ. നമ്മൾ ഓരോരുത്തരും പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരായിത്തീരണം. അതാണ് പിതാവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആമേൻ. അങ്ങനെ ജീവിക്കണമെന്നാണ്. ഈ ഭാഗ്യം നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് തന്നെ ഗിരിപ്രഭാഷണത്തിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്ക് വരികയാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞു മറ്റുള്ളവരെ വിധിക്കരുത്. അതും ഈ 7-ാം അധ്യായത്തിൽ നിന്നാണ് വായിച്ച്. ഇവിടെയും കർത്താവ് ഓർപ്പിക്കുക, ആമേൻ, പുറമേ ഉള്ള മതാനുഷ്ഠാനങ്ങളെ, ചടങ്ങുകളെ, രീതികളെ, അതൊക്കെ ആണ് പലരും ദൈവീകമായി കണക്കാക്കുന്നത്. പക്ഷേ കർത്താവ് ആഗ്രഹിക്കുന്ന യഥാർത്ഥമായ ഒരു ശിഷ്യത്വത്തിലേക്ക് വരികയും ആമേൻ യഥാർത്ഥമായി പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരായി തീരുകയും ചെയ്യുക. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. നമ്മളിപ്പം യേശുവിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ യേശു പറഞ്ഞു, എൻ്റെ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 34-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, എൻ്റെ ആഹാരമെന്ന് പറയുന്നത് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുക എന്നുള്ളതാണ്. ആമേൻ. ആമേൻ. ആ ഗത്സമന തോട്ടത്തിൽ കർത്താവ് ഇങ്ങനെ പറഞ്ഞു, പിതാവേ എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടമാണ് എൻ്റെ ജീവിതത്തിൽ നടക്കേണ്ടത്. അപ്പം പരിശുദ്ധാത്മാവ് അതാ ആഗ്രഹിക്കുന്നു, നമ്മളിലൂടെ സ്വർഗീയ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തലന്മാരുടെ ജീവിതത്തിലേക്ക് നോക്കിയാലും ആമേൻ നമുക്കറിയാൻ പറ്റും. ആമേൻ. അപ്പോസ്തലന്മാരും അത് തന്നെയാണ് ചെയ്ത്. അപ്പോസ്തലപ്രവൃത്തി 5:29 5-ാം അധ്യായം അവരെ ഭീഷണിപ്പെടുത്തുമ്പോഴൊക്കെ അവർ പറയുന്നുണ്ട്, ആമേൻ ആമേൻ ഞങ്ങൾക്ക് പിതാവിനെ അനുസരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഇഷ്ടം, അത് മാത്രമേ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മൾ എത്രമാത്രം അപ്പൻ്റെ ഇഷ്ടം ചെയ്യുന്നവരായി തീർന്നിട്ടുണ്ട്. അപ്പൻ്റെ ഏറ്റവും വലിയ ഇഷ്ടമെന്ന് പറഞ്ഞാൽ ആരും നരകത്തിൽ പോകരുത്, എല്ലാവരും കർത്താവിനെ അറിയണം, എല്ലാവരും സ്വർഗത്തിൽ പോകണം. അതാണ് പിതാവിൻ്റെ ഏറ്റവും വലിയ ഇഷ്ടം. അതിനുവേണ്ടിയല്ലേ പുത്രനാം യേശുവിനെ നമുക്ക് വേണ്ടി അയച്ചത്. അപ്പോൾ നമ്മൾ ആ ഒരു ബോധ്യത്തോടു കൂടെ വേണം ഈ ഭൂമിയിലായിരിക്കുവാൻ. ഞാൻ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ മറ്റുള്ളവരോട് സുവിശേഷം പറയുന്നതാണ് പിതാവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കി, നമ്മൾ ആ പിതാവിൻ്റെ ഇഷ്ടത്തിന് അനുസരിച്ച് സുവിശേഷ വേല ചെയ്യുന്നുണ്ടോ? ആമേൻ. മറ്റുള്ളവരെ കർത്താവിലേക്ക് നയിക്കുവാൻ നമ്മൾ പരിശ്രമിക്കാറുണ്ടോ? അതിനുവേണ്ടി ആഗ്രഹിക്കാറുണ്ടോ? അതിനുവേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ? നിങ്ങൾക്കൊന്നും അറിയാമോ, വേദപുസ്തകത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, അതായത് ഒരു പാപിയുടെ മാനസാന്തരത്തിൽ സ്വർഗത്തിൽ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? സ്വർഗത്തിൽ സന്തോഷം പറഞ്ഞാൽ പിതാവിന് ഭയങ്കര സന്തോഷം ഒരു പാപി മാനസാന്തരപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ പ്രാർത്ഥന പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി ആയിരിക്കണം, നമ്മുടെ പ്രവർത്തനം പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി ആയിരിക്കണം. അത് പിതാവ് നമ്മളിൽ നിന്ന് വളരെ അധികമായി ആഗ്രഹിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ അത് ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ആമേൻ എന്താണ് മറ്റുള്ളവരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. പിതാവിൻ്റെ ഇഷ്ടമാണ്. അതുപോലെ തന്നെ ആമേൻ വേദപുസ്തകം വായിക്കുമ്പോൾ നമുക്ക് പിതാവിൻ്റെ ഇഷ്ടത്തെ തിരിച്ചറിയാൻ കഴിയും. അപ്പോൾ അത് ഓരോ വാക്യത്തിലും അപ്പൻ്റെ ഇഷ്ടങ്ങളുണ്ട്. അതനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ അപ്പനെ സന്തോഷിപ്പിച്ച് നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയും. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന ഓരോ ദൈവമക്കളും ആമേൻ പ്രിയപ്പെട്ടവരെ, ആമേൻ അപ്പൻ്റെ ഇഷ്ടം ചെയ്ത് അപ്പനെ സന്തോഷിപ്പിച്ച് ജീവിക്കുന്നവരാകുവാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. അതിനായിട്ട് കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കണം. നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ചാലോ? പിതാവേ, ഞങ്ങൾ ഇന്ന് ഭൂമിയിലായിരിക്കുമ്പോൾ അപ്പൻ്റെ ഇഷ്ടം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അത് ചെയ്യുവാൻ ഞങ്ങളെ പഠിപ്പിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ കരങ്ങൾ ഉയർത്തി പറയാം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ കടൽക്കരയിലെ മണൽത്തിരി പോലെ അത്യന്തം വർദ്ധിച്ചു പെരുകും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു. വീണ്ടും നാളെ രാവിലെ ഇതേ സന്ദേശം നമ്മൾ കേൾക്കുവോളം കർത്താവ് തൻ്റെ ചിറകിൻ്റെ മറവിൽ നമ്മളെല്ലാവരെയും മറയ്ക്കട്ടെ. കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.